ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റംസി ഏജ്. അപ്പൊ കുറെ നാളായി ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇത് കുറെ നാൾക്ക് ശേഷം ഇന്നൊരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ച്. കാരണം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു. പോരാത്തതിന് ഒട്ടും വയ്യായിരുന്നു അങ്ങനെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ഷോപ്പ് കൊടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ റുവാസ് ഓൺലൈൻ സ്റ്റോറിനെ കുറിച്ച്. നമ്മൾ ഷോപ്പ് കൊടുത്ത്, കാരണം ആ ടൈമിൽ എനിക്ക് നോക്കാൻ പറ്റണ്ടായില്ല. അപ്പൊ നമ്മൾ ഷോപ്പൊക്കെ കൊടുത്ത് ഇപ്പൊ ഫുള്ള് ഫ്രീ ആണ്. ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, 2 പിള്ളേരായിട്ട് കലവിൽ അങ്ങനത്തെ ഇതാണ് വീട്ടില്. ഇപ്പൊ ഒരാള് വേറെ പണി ഒപ്പിക്കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന്. പിന്നെ കുറച്ച് ദിവസം അടുപ്പിച്ച് ഷോർട്സ് ഒക്കെ ഇട്ടപ്പോ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ മെസ്സേജസും കമന്റ്സ് ഒക്കെ വന്നു, ലോങ് വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ ഇന്ന് രാവിലെ എണീറ്റ് 5 മണി ഉഷാറൊക്കെ കയറുന്നു രാവിലെ തൊട്ട്. പിന്നെ അങ്ങോട്ട് ലേസി ആയിപ്പോയി. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കലക്കി ചുട്ട്. അപ്പൊ ഇന്ന് പുറത്തുനിന്നാണ് കറി മേടിച്ചത്. അപ്പൊ ഇവിടെ കലക്കി ചുട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇപ്പൊ ഒരു ഉച്ച കയ്യാറായി. അപ്പോഴാണ് ഇനി വീടൊതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്തത് ക്ലീനിങ് പരിപാടിയാണ്. കിച്ചണൊക്കെ ആകെ മെസ്സായി കിടക്കണം. രാവിലെ ഉണ്ടാക്കിയതും പിന്നെ വീടൊക്കെ അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേബി പിന്നെ അതിന്റെ ഇടയിൽ ഓരോന്നോരോന്ന് ഒപ്പിക്കുമല്ലോ. ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രഷ് ആവണം, ബേബിനെ ഫ്രഷ് ആക്കണം. അവർക്ക് രാവിലെ എണീച്ചപ്പോ തന്നെ ഫുഡ് കൊടുത്തിന്, വേറെ എന്തെങ്കിലും കൊടുക്കണം. ബേബി നല്ല ഉറക്കമാണ്. അപ്പൊ പുറത്തു പോയി വന്നിട്ട് അപ്പവും കിടക്കണേണ്ട. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെന്താണ്, പിന്നെ Q&A ഒക്കെ ഇടണമെന്നുണ്ട്. കുറെ പേര് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണ്ട. അപ്പൊ Q&A ഈ അടുത്ത് തന്നെ ഇടാം. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ക്ലീനിങ് പരിപാടിയിലോട്ട് പോകാം. കണ്ട ബേബി അടുത്തത് ഇവിടെ ഓരോന്ന് ഒപ്പിക്കണ്ട്. റുവാപ്പി മിക്സിയുടെ ജാറൊക്കെ എടുത്തിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഓൾറെഡി ഫുഡ് കൊടുത്തേണ്ട. ഇനി ഫ്രഷ് ആക്കണം. അതിന് മുമ്പ് ഇവിടെ അടിച്ചാരല്, പാത്രം കഴുകല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കട്ടെ. റുവാപ്പി ഹായ് പറഞ്ഞേ, ഹായ് പറ റുവാപ്പി. അപ്പൊ ഫസ്റ്റ് തന്നെ അലക്കാനുണ്ട്, കുറച്ച് അലക്കാനുണ്ടായി. പിന്നെ കുറച്ച് അലക്കി കഴിഞ്ഞതിന് മടക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഹോളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് അലക്കി കഴിഞ്ഞതൊക്കെ മടക്കി വെച്ചിട്ട് ഹോളൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു വരാൻ നിൽക്കാം. അല്ലെങ്കിൽ അതിന് വേണ്ടി ചൂലായിട്ട് വരുമ്പോ എല്ലാം കൂടെ നടക്കൂല. ഇവിടെ അടുത്തത് ഓരോ ഒപ്പിക്കണ്ട്. ബാക്കി നടക്കണേണ്ട വാപ്പി. നമ്മൾ പോവാ. അപ്പൊ ഗൈസ് ഞാൻ അടുത്ത പണി നോക്കട്ടെ ഗൈസ്. അപ്പൊ അങ്ങനെ റൂമും ഹോളൊക്കെ ക്ലീൻ ആക്കി. ആ റൂമിലാണ് ഇവിടെ ഒന്നാമത് ബേബിയുടെ ടോയ്സ് തന്നെ കുറെ ഉണ്ട്. ടോയ്സ് കാരണമാണ് ഹോള് ഫുള്ള് നിറയണത്. അപ്പൊ ടോയ്സും പിന്നെ നമ്മുടെ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ആ റൂമിൽ ഇട്ടിട്ട് ഡോർ ലോക്ക് ചെയ്യലാണ്ട് എപ്പോഴും. നമ്മ അപ്പുറത്തെ റൂം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ ഹോളും കിച്ചൺ ക്ലീൻ ആക്കിയിട്ടില്ല. ഹോളും റൂമൊക്കെ ക്ലീൻ ആക്കി സ്വിച്ച് ഔട്ട് അടിക്കണം. അലക്കിയ ഡ്രസ്സൊക്കെ മടക്കിയെല്ലാം അലമാരി വെച്ച് ഞാൻ അടുത്തത് അടിച്ചു വരലാണ്. ഡോർ തുറന്നാ റൂബേബി എപ്പോഴും ഓടലാണ്. ഇപ്പൊ 2 പ്രാവശ്യം ഓടി. ഞാൻ പിന്നെ പിടിച്ച് കയറ്റിട്ടാണ് പിന്നെ വീഡിയോ എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ സിറ്റൗട്ടില് ഫുള്ള് വേസ്റ്റ് അത് ഇതൊക്കെ ആയി കിടക്കണേ. ഇവിടെ ഇങ്ങനെ മണ്ണായാവോ, ഫുള്ള് മണ്ണായി കിടക്കണ്ട് ഇവിടെ നോക്കിയപ്പോ. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഗൈസ് അങ്ങനെ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് പാത്രങ്ങളാണ് കേട്ടോ. കുറെ പാത്രങ്ങളുണ്ട് രാവിലത്തെയും അതിൻ്റെ ഇടക്കും പിന്നെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയ റൂബേബിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങൾ. അപ്പൊ ഇനി ഇത് കഴുകണം. റൂബേബിന് ഇവിടെ ഗ്രേപ്സ് കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തേ. തീർന്ന നോക്കിക്കേ, ഗ്രേപ്സ് കൊടുത്ത് സെറ്റാക്കി ഇരുത്തേങ്ങനെ ഉണ്ടാ. പെട്ടെന്ന് പാത്രം കഴുകിയിട്ടാണോ ഇനി റൂബേബിക്ക് ഫുഡ് കൊടുക്കാൻ, അല്ലേ റുവാപ്പി? അങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നിടയിൽ നമ്മുടെ ബേബി എണീറ്റ് നല്ല കരച്ചിലായിരുന്നു. പിന്നെ അതൊക്കെ അവർ ഇട്ടിട്ട് പെട്ടെന്ന് വന്നിട്ട് ഫീഡ് ചെയ്ത് കിടത്തി ഉറക്കണം. ഇനി കിടത്തി ഉറക്കി കഴിഞ്ഞാലേ എനിക്ക് അടുത്ത പരിപാടി നോക്കാൻ പറ്റുള്ളൂ. ഇത് ഉറങ്ങും എണീക്കും അങ്ങനെ ഉണ്ടാ. റൂബേബി അവിടെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒപ്പിക്കേണ്ടത് തോന്നുന്ന സൗണ്ടൊക്കെ കണ്ട് വിളിച്ചിട്ട് വന്നില്ല. ബേബിനെ ഫസ്റ്റ് ഉറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. പാത്രം കഴുകൽ ഫുള്ളായിട്ടില്ല കേട്ടോ. അങ്ങനെ ബേബിനെ എങ്ങനെയെങ്കിലൊക്കെ ഉറക്കിട്ടാ. ഞാൻ ഓൾറെഡി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടിട്ടാണ് പോയത്. തയ്യാറായി. അപ്പോഴാണ് ബേബി കരച്ചിൽ തുടങ്ങിയത്. എനിക്കെന്ന് വെച്ചാൽ ഒരു പണിയെടുക്കുന്നതിന്റെ ഇടയിൽ നിന്ന് അതൊന്ന് പോണത് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ആ പണിയെടുക്കാനുള്ള മൂഡ് പോകും. ആ പണി ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് കഴിച്ചാലേ ഉണ്ടാവുള്ളൂ. ബേബിക്കെന്ന് വെച്ചാൽ സൗണ്ട് ഒന്നും കേൾക്കരുത്. സൗണ്ട് കേൾക്കാണ്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങണം. ബേബി അവിടെ ഇവിടെയൊക്കെ പിന്നെയും ഓരോരോ സൗണ്ട് ഉണ്ടാക്കി അവളെ എണീപ്പിക്കും. അതാണ് ബേബിന്റെ പണി.
നേരത്തെ ഗ്രേപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായില്ലേ, അത് ഫുള്ള് ഇവിടെ താഴ്ത്തി താക്കിട്ടിട്ട് ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതവിടെ നിക്കണ്ട്. ഇപ്പൊ ഒരു 4:30-5 മണിയാറായ ടൈം. അപ്പൊ ഇന്നലെ നല്ല കാറ്റും മഴ ഇടിവെട്ടൊക്കെ ഇറങ്ങിയ ടൈമില് അതേപോലെ വന്നിട്ടുണ്ട്, നല്ല കാറ്റും മഴയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അപ്പൂക്ക് മക്രോണി അയക്കണം എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ പോയിട്ടുണ്ട്. എനിക്ക് ഫുഡ് കൊടുക്കണം, കുളിപ്പിക്കണം, എനിക്ക് ഫ്രഷ് ആവണം. സത്യം പറഞ്ഞാ ഫുള്ളാകെ സ്ട്രെസ്സാണ് ഗൈസ്. രാവിലെ തൊട്ട് ടൈം പോണതേ അറിയില്ല. രാവിലെ തൊട്ട് പെട്ടെന്ന് ഓരോന്നൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 7 മണി ആയിട്ടുണ്ടാവും. വെറുതെ ഒന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ പെട്ടെന്ന് ക്ലീൻ ആക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കട്ടെ. അപ്പത്തേക്ക് അപ്പു അടുത്ത പണിയായിട്ട് തന്നെ മക്രോണി ഉണ്ടാക്കല്. അപ്പൊ ഞാൻ എവിടെപ്പാ ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ബേബിനെ എണീപ്പിക്കാൻ വേണ്ടി ഓരോരോ സൗണ്ടും ഉണ്ടാക്കിയത്. വേസ്റ്റ് ഉണ്ടാക്കിയിട്ടിരിക്കണം. അപ്പൊ പെട്ടെന്ന് കിച്ചൺ ക്ലീൻ ആക്കട്ടെ ഗൈസ്. അങ്ങനെ വീടും കിച്ചണൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് താൽക്കാലികം മാത്രമാണ്, കുറച്ച് കഴിയുമ്പോൾ ഫുള്ള് മെസ്സായിട്ടുണ്ടാവും. അപ്പൊ ഇനി 2 വയസ്സുള്ള പിള്ളേരുള്ള അമ്മമാർക്ക് പറഞ്ഞാൽ റിലേറ്റബിൾ ആയിരിക്കും. അപ്പൊ ഇനി എന്താണ് അടുത്ത പരിപാടി, റൂബേബിക്ക് ഫുഡ് കൊടുക്കണം. അപ്പൊ ഇന്ന് റാഗി കൊടുക്കാന്ന് വിചാരിച്ച് റാഗി ഇനി ഉണ്ടാക്കണം. കയ്യിലിരിക്കണ്ടിട്ട് ആള്. അപ്പൊ ഞാൻ പെട്ടെന്ന് റാഗി ഉണ്ടാക്കട്ടെ. അങ്ങനെ റൂബേബിക്ക് ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡ്രസ്സൊക്കെ വിരിച്ചു തറ്റേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് കാണിക്കാം. ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ റൂബേബിനെ ഫ്രഷ് ആക്കി എടുത്തിട്ട്, റൂബേബിനെ എപ്പോഴും രാവിലെ തന്നെ കുളിപ്പിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഭയങ്കര ലേറ്റായി പോയി. അവളെ ഫ്രഷ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ബ്രദറും അപ്പും കൂടെ വന്നിട്ടുണ്ടായി. അവർ വന്നത് വലിയ കാര്യം എന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. കാരണം എനിക്ക് ഒരു ഫ്രഷ് ആവണമെങ്കിൽ ഐറ ബേബിനെ ആരെങ്കിലും നോക്കണം. ഐറ ബേബി ആ ടൈമിൽ എണീറ്റ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിട്ട്. ഐറ ബേബിനെ എപ്പോഴും ഉമ്മ വന്നിട്ട് രാവിലെ കുളിപ്പിച്ചിട്ടാണ് പോണത്. വൈകിട്ടാകുമ്പോൾ വൈപ്സൊക്കെ വെച്ചും തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കൂട്ടെ. ഞാൻ ഒരു 4-5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഐറ ബേബി ഒരുമാതിരിയൊക്കെ ആവുമല്ലോ. അപ്പൊ കുളിപ്പിക്കാൻ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത്രയും ചെറുപ്പത്തിലെങ്കിൽ കുളിപ്പിക്കാൻ പേടിയാണ്ടതാണ് ഉമ്മ വന്നിട്ട് കുളിപ്പിക്കണം എപ്പോഴും. പിന്നെ വൈപ്സ് ഒക്കെ വെച്ച് തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തപ്പോൾ ആള് പിന്നെയും കിടന്നുറങ്ങിയിട്ടുണ്ടായി. പിന്നെ കുറെ നേരം ഞാൻ അവരോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് റൂബേബിനെ ഫ്രഷ് ആക്കി ഐറ ബേബിന്റെ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയിട്ടാ. ഫ്രഷ് ആയി ഞാൻ കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്ത് അപ്പത്തേക്കും അപ്പവും മക്രോണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് അതുണ്ടാക്കണം. മക്രോണി ഒന്നാമത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം രാത്രിത്തേക്ക്. പിന്നെ അത് തന്നെ ഒപ്പിക്കാം. നമ്മ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് തന്നെ കഴിച്ചോളും. മക്രോണി ഭയങ്കര ഇഷ്ടമാണ് അപ്പൂക്ക്. പിന്നെ ബേബിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് മക്രോണി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളോട് പോവാം. ഇപ്പൊ ടൈം ഒരു 7-7:30 ആയിട്ടാ. അത്ര ആവാറായിട്ടുണ്ട്. മക്രോണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഉമ്മയും വാപ്പയും അവരുടെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിട്ടോ. വന്നപ്പോൾ തന്നെ ഞാൻ അവർക്ക് ഷെമ്മാം ജ്യൂസ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായി. പിന്നെ കുറച്ചേരം ഇരുന്നിട്ട് അവരും ഇറങ്ങിയിട്ടുണ്ടായിട്ടോ. പിന്നെ പെട്ടെന്ന് കിച്ചണിലോട്ട് കയറി സവാളയും തക്കാളിയൊക്കെ ചോപ്പറിലാണ് സെറ്റാക്കി എടുത്തത്. ഇഞ്ചി വെളുത്തുള്ളിക്കൊക്കെ പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ടിട്ടുണ്ടായത്. പെട്ടെന്ന് കൈയ്യട്ടെന്ന് വിചാരിച്ചിട്ട് എളുപ്പപ്പണിയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇതെല്ലാം സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് 2 മാഗി ക്യൂബ്, സോയാ സോസ്, ടൊമാറ്റോ സോസ് എല്ലാം ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മസാലപ്പൊടികളെല്ലാം ആയിട്ട് പിന്നെ വേവിച്ച് വെച്ച മക്രോണിയൊക്കെ ഇട്ട് കൊടുത്ത്. സിമ്പിളാണ് സംഭവം, പെട്ടെന്ന് കൈകൂട്ടാം. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത്. ചിലവർ ഇതിലോട്ട് ഗ്രീൻ പീസ് പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇടൂട്ടാം. പിന്നെ എനിക്കായിട്ട് ഞാൻ കുറേ നാളായി മാഗി കഴിച്ചിട്ട്. അപ്പൊ ഇന്ന് ആ ക്രേവിങ്സിന് ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ച് പോരാത്തിന് എളുപ്പപ്പണിയും കൂടെ ആയല്ലോ. അപ്പൊ ഞാൻ അതാണ്ട് കഴിച്ചിട്ടുണ്ടായ. അങ്ങനെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇനി ഉണ്ടാക്കിയ പാത്രങ്ങൾ, കഴിച്ച പാത്രങ്ങൾ അതൊക്കെ മാത്രം ഇനി കഴുകാനുള്ള ആ പണിയും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് നോക്കിയപ്പോ റൂബേബി ഇവിടെ നല്ല ഉറക്കായി. ഉറങ്ങിയ ആള്. ഞാൻ റൂബേബിനെ ഞാൻ ഉച്ചക്കെടുത്ത് ഉറക്കാറില്ല. കാരണം ഉച്ചക്ക് ഉറങ്ങിയാൽ പിന്നാണ് രാത്രി ഉറങ്ങൂല. രാത്രി 1 മണി, 1:30-2 മണിയെങ്കിലും ആകും ഉറങ്ങാൻ. അപ്പൊ ഇപ്പൊ തൊട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉച്ചക്ക് ഉറക്കൂല. അപ്പൊ രാത്രി നേരത്തെ കിടന്നുറങ്ങും. ഇപ്പൊ കിടന്നുറങ്ങിയാൽ പിന്നെ ഒരു 10-10:30 ആകുമ്പോ എണീച്ചിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ അപ്പൊ തന്നെ പിന്നെ കിടന്നുറങ്ങിക്കോളൂ. അപ്പൊ ഞാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഐറ ബേബി എണീറ്റിരിക്കും, അതിനിടെ കൂടെ രാത്രി ഇവളുടെ വെള്ളവും അതുമായിട്ട് ഇപ്പൊ കറക്റ്റ് റുട്ടീനായിട്ട് പോവാറുണ്ട്. നമ്മുടെ ഐറ ബേബി ഇവിടെ എണീറ്റ് കിടക്കണേണ്. ഇത്താതന്റെ ഒപ്പം കിടന്ന് കളിക്കാനാണ്. അപ്പൊ ഗൈസ് അപ്പും പിന്നെ ഇപ്പു എൻ്റെ ബ്രദറാണ്. അവർ രണ്ടുപേരും ഇവിടെ പുറത്തു വെക്കണാണ്. കുറച്ചിടം കഴിഞ്ഞിട്ട് അവർ വരും. അപ്പൊ എനിക്ക് ആ പാത്രം കൂടെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് എനിക്കും കിടക്കാം, ഐറ ബേബിനെ ഉറക്കാം. അത് മാത്രമേ ഉള്ളൂ ഇനി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ സ്റ്റേ ട്യൂൺ. ബൈ.